നമ്മൾ വിചാരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കേണ്ടതല്ലേ എന്ന്. പക്ഷേ നമ്മൾ അറിയാതെ അതിന്റെ ഉള്ളിലൂടെ ഹറാമ് വന്നിട്ടുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബൈഅതാനി ഫിൽ ബൈഇ, ഒരു ഹദീസാണ്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബൈഅതാനി ഫിൽ ബൈഇ, ഒരു കച്ചവടത്തിന്റെ ഉള്ളിൽ രണ്ട് കച്ചവടം നടത്തുക എന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു എന്നാണ്. എങ്ങനെ ഒരു കച്ചവടത്തിന്റെ ഉള്ളിൽ രണ്ട് കച്ചവടം നടത്തുക? അതെങ്ങനെ? ഇപ്പൊ ഞാന് അങ്ങാടിയിലേക്ക് കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ പോവാണ്. ആ കടയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ സാധനം വാങ്ങിയപ്പോ എല്ലാം കൂടി ബില്ലെല്ലാം കൂടി നോക്കിയപ്പോ 99 ഉറുപ്പ്യക്കണം. 100 ഉറുപ്പ്യ കൊടുത്തു. ചോദിക്കലും പറയലൊന്നുമില്ല. നേരെ ആ സാധനം തന്ന 1 ഉറുപ്പ്യന്റെ മുട്ടായി മേശപ്പുറത്ത് വെച്ചു. ഹറാമാണ്, പറ്റൂല. ഞാനത് ചിലപ്പോ എന്താക്കുന്നു, അത് വാങ്ങിപ്പോരുന്നു എന്നതെന്തല്ല, അയാൾ ചെയ്തത് ശരിയാകാനുള്ള ന്യായമല്ല. നമ്മൾ കച്ചവടം നടത്തുമ്പോ അങ്ങനെ നമ്മൾ കൊടുക്കലുണ്ടെന്ന് ആലോചിച്ചാളി. കാരണം എനിക്ക് തിരിച്ചു തരേണ്ടത് വിനിമയ മൂല്യമുള്ള 1 രൂപയാണ്. എനിക്ക് തിരിച്ചെന്നതോ 1 ഉറുപ്പ്യന്റെ മിഠായി. ആ 1 ഉറുപ്പ്യന്റെ മിഠായിക്ക് വിനിമയ മൂല്യം 1 ഉറുപ്പ്യ ഇല്ല. രണ്ടാമത്തത്, ആ 1 രൂപയുടെ മിഠായി എനിക്ക് തരുമ്പോ അവനക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, അതിൽ 20 പൈസ ലാഭം ഉണ്ടാവും. ഞാൻ നടത്തിയ കച്ചവടത്തിന്റെ ഉള്ളിലൂടെ അവൻ മറ്റൊരു കച്ചവടം നടത്തി. ഇനി അങ്ങനെ 100 ദിവസം പോയി 100 മിഠായി കിട്ടി. ആ 100 മിഠായി ഇട്ട് ഈ പീടി പോയി കഴിഞ്ഞാൽ ഇവൻ തിരിച്ചെടുക്കും. 100 രൂപയ്ക്ക് സാധനം വാങ്ങിയപ്പോൾ എനിക്ക് ഞാൻ എന്താ, എനിക്ക് കിട്ടിയ 100 മിഠായും കൂടി കവറിലാക്കി കൊണ്ടേ കൊടുത്തു. തിരിച്ചെടുക്കൂല്ല. അപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ സാധു രാവിലെ കട തുറന്നിച്ച് കടയിൽ കച്ചവടം നടത്തി വൈകുന്നേരം മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോ ഇവൻ ഞാൻ മാന്യമായ നിലക്ക് സമ്പാദിച്ചു എന്നുള്ള നിലക്കാണ് വരുന്നത്. പക്ഷെ ഈ കച്ചവടത്തിന്റെ ഫിഖ് അറിയാത്തത് കൊണ്ട് താൻ ഉണ്ടാക്കിയത് ഹറാമാണ്, താൻ ഊട്ടുന്നത് ഹറാമാണ്, താൻ ധരിപ്പിക്കുന്നത് ഹറാമാണ്, താൻ കുടിപ്പിക്കുന്നത് ഹറാമാണ്. ഈ യാത്രക്കാരൻ യാ റബ്ബി എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു എന്തൊരു കാരണമാണോ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരിക്കുവാനായി കൊണ്ട് പറഞ്ഞത്, ആ കാരണങ്ങൾ മുഴുവനും ഈ 1 ഉറുപ്പ്യന്റെ മുട്ടായ്മയിൽ എന്തായി വന്നു കഴിഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മദീനത്താരെങ്കിലും കച്ചവടം ഇടാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉമർ റളിയല്ലാഹു അവരോട് ചോദിക്കാറുണ്ടായിരുന്ന ചോദ്യം, നിങ്ങൾക്ക് ഫിഖ്ഹു തിജാർ അറിയുമോ എന്നാണ്. കച്ചവടത്തിന്റെ കർമ്മശാസ്ത്രം അറിയുമെന്ന് ചോദിക്കുന്ന. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചിട്ട് വന്നിട്ട് കച്ചവടം ഇടാന്നാണ്. കച്ചവടം ഇടാൻ ലൈസൻസ് ഉണ്ടാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആൾ അങ്ങനെ നോക്കണേ ഉമർ റളിയല്ലാഹു അൻഹു. കച്ചവടത്തിനെ കുറിച്ചുള്ള കർമ്മശാസ്ത്രം അറിയാത്ത ആളുകൾക്ക് മദീനയിൽ കച്ചവടം നടത്താനുള്ള ലൈസൻസ് ആരും നൽകാറുണ്ടായിരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്താറുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ ഹദീസുകളാണ് ഇതിനൊക്കെയുള്ള കാരണം. ഇത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. ഇപ്പൊ നമ്മൾ റമദാൻ മാസമാണല്ലോ. അപ്പൊ അങ്ങനെ അങ്ങാടി കൂടെ ഇങ്ങനെ വരുമ്പോ വല്ലയിടത്തും ബത്തൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചു അതിൽ 1-2 എന്താക്കിയിട്ടുണ്ടാവും, നടുകനെ മുറിച്ചാൽ പൊളിച്ചും വെച്ചിട്ടുണ്ടാവും. അപ്പോ നല്ല ചുവപ്പും കണ്ടപ്പോ നമ്മൾ എന്താക്കി, നേരെ പോയി ഒന്നെടുത്ത് ഏതായാലും ഇനിയിപ്പോ ഒരു കഷ്ണം കൊണ്ടിട്ട് ഇനി പെരി തികയാതെ കണ്ടാന്നുള്ള നിൽക്കാൻ, അല്ലെങ്കിൽ നാളെ ഇനിയിപ്പോ അതിന് ബാക്കി കഴിക്കാന്നുള്ള നിലക്ക് ഒന്നെടുത്ത് കൊടുത്തു. ഒന്ന് മുറിച്ചു നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിൽ ചുവപ്പില്ല എങ്കിൽ ആ കച്ചവടത്തിന്റെ ഇസ്ലാമിക വിധി ഹറാമാണ്, പറ്റൂല എന്നാണ്. അത് അയാൾ അതേപോലെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്താൽ അതേമാതിരി തിരിച്ചു വാങ്ങിയിട്ട് എന്താണ്, ആ പൈസ തിരിച്ചു കൊടുത്തോളം എന്നാണ്. അതേ സമയത്ത് അവിടെ പൊളിച്ചു വെച്ചിട്ടില്ലായിരുന്നു, ബത്തക്ക ഒന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. എന്താ ബത്തക്ക മട്ടം എന്ന് വെച്ചാൽ മട്ടം നമുക്കറിയില്ല, അതിന്റെ ഉള്ളിലുള്ള അതേമാതിരി ഉണ്ടാവും. വാണെങ്കിൽ ചൂന്നിട്ട് നോക്കി വാണി കൊണ്ടുപോയിക്കൊള്ളി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ഒരു പ്രശ്നമില്ല. അതേ സമയത്ത് ഒരു സാധനം ഡിസ്പ്ലേക്ക് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെയാണ്, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്ന ഒരു നിബന്ധന, അതല്ലെങ്കിൽ ഒരു എന്തുണ്ടാവിടെ, ഒരു പറ്റിക്കുന്ന സ്വഭാവം അവിടെ ഉണ്ട്. അതുണ്ടാകാൻ പാടില്ല. ആ ഗശ് പോലും ഇസ്ലാം അനുവദിക്കണില്ല. ഒരു സാധനം ഡിസ്പ്ലേക്ക് വെച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നുണ്ട് എങ്കിൽ അതേ ക്വാളിറ്റിയുള്ള അതേ വസ്തുക്കളാകണം വിൽക്കുന്ന മുഴുവൻ വസ്തുക്കളെന്നാണ്. അല്ല എങ്കിൽ അത് വാങ്ങിയ ആൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഒരു പ്രയാസമില്ലാതെ തിരിച്ചു വാങ്ങിയിട്ട് പൈസ കൊടുത്തോളണം. ഏത് മാളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റൈൽസിൽ ചെന്ന് കഴിഞ്ഞാൽ, എവിടെ ചെന്ന് കഴിഞ്ഞാലും ബില്ലെന്ന് കഴിഞ്ഞാൽ അതിന്റെ അടി ഉണ്ടാവുന്നുണ്ട്, വിറ്റ സാധനം തിരിച്ചെടുക്കുന്നതല്ല, അതല്ലെങ്കിൽ വിറ്റ സാധനത്തിന് കാശ് തിരിച്ചു തരുന്നതല്ല എന്ന് പറയും. ഇസ്ലാമികമായി കൊണ്ട് ആ എഴുതി വെച്ചത് ഹറാമാണ്, അതിലൂടെ സമ്പാദിക്കുന്നതൊക്കെ ഹറാമാണ്. നമ്മൾ ആലോചിക്കണം. അതായത് കച്ചവടം എന്ന് പറയുമ്പോ തആവനു അലൽ ബിർരി വത്തഖ്വ, പരസ്പരം നിങ്ങൾ നന്മയിലും അതുപോലെ തന്നെ തഖ്വയിലുമായി കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലുമായി കൊണ്ട് നിങ്ങൾ പരസ്പരം എന്താക്കുക, സഹകരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാളെ കൊടുക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ അതുകൊണ്ട് മറ്റവരെ പറ്റിച്ച് ഞാൻ വലിയ ആളാകുക എന്നുള്ള ഉദ്ദേശത്തിലോ അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കച്ചവടം
സംവിധാനിച്ചു തന്നിട്ടുള്ളത്. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, അൽ മാലു മാലുല്ലാ, ധനം അള്ളാന്റെതാണ്. അപ്പൊ അവന് എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞോ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇതേപോലെയുള്ള ഗശ്, ഗബ്ന് എന്നൊക്കെ പറയുന്നതിന്, ചതി, വഞ്ചന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊന്നും ഒരു കച്ചവടത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് അതിന്റെ ഭാഗമായി കിട്ടുന്നത് ഹറാമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ സാധാരണ നടക്കുന്ന സംഭവമാണ് ഖിമാർ, പന്തയെന്നതിന് പറയാം. ഖിമാറിന്റെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കണങ്ങളൊക്കെ എല്ലാവരും എന്താക്കുന്നു, എല്ലാവരും എനിക്ക് 30 രൂപ വരും. അങ്ങനെ ഞാൻ ആ 10 രൂപ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ചു. ആ 10 രൂപ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി എന്റെ മുമ്പിൽ എന്തുണ്ട്, 100 രൂപയായി. ഇനി നറുക്കെടുത്തിട്ട് ആ നറുക്കിൽ ആർക്കാണ് പേരിട്ടുണ്ടോ അവൻ 50 കൊടുക്കും, രണ്ടാമത്തെ നറുക്കെടുക്കണമെങ്കിൽ 25 കൊടുക്കും, മൂന്നാമത്തെ നറുക്കെടുക്കണമെങ്കിൽ എന്ത് കിട്ടും, 10 രൂപ കൊടുക്കും. ഇങ്ങനെ ഉള്ള രീതികൾ, ഇതിനാ നറുക്കെടുപ്പ് എന്ന് പറയാം. ലോട്ടറി രീതിയിലാണ് വരിക. ലോട്ടറി ഹറാമാണെന്നുള്ള വിഷയത്തിൽ നമുക്കാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാല് നമ്മളൊരു മോളിൽ പർച്ചേസിന് പോയി 1000 രൂപയ്ക്ക് സാധനം എടുത്തപ്പോൾ ഒരു കൂപ്പൺ കിട്ടി. ഈ കൂപ്പണിന്റെ വിധി എന്താണ്? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അഥവാ ഇത്തരം കൂപ്പണുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇത്ര രൂപക്ക് സാധനം വാങ്ങിയാലാണ് കൂപ്പൺ ലഭിക്കുക എന്ന നിബന്ധനയുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ലോട്ടറിക്കാണ് അത് വരിക. അങ്ങനെ 490 രൂപയ്ക്ക് ഞാൻ സാധനം എടുത്തു. ഞാൻ ക്യാഷ് ആയിട്ട് എന്താണ് ബിൽ കൗണ്ടറിൽ ചെന്നപ്പോ കൗണ്ടറിൽ നിന്ന് സെയിൽസ് അദ്ദേഹം പറയണ, കൗണ്ടറിലുള്ള ആള് പറയണ, കാഷ്യർ പറയാണ്, 500 രൂപയ്ക്കായാലും നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടുട്ടോ, 10 രൂപയ്ക്ക് കൂടി സാധനം എടുത്താൽ മതി എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ എന്താക്കും, എന്നാ ഒരു 10 രൂപേന്റെ ബിസ്ക്കറ്റും പേക്കറ്റ് വെച്ചാണെന്ന് പറയും. എനിക്കത് ആവശ്യം ഉണ്ടായിട്ട് വാങ്ങിയതല്ല. ഒന്ന്, ഞാനത് വാങ്ങിയത് എന്തിനാണ്? ആ കൂപ്പൺ കിട്ടാനും ആ കൂപ്പണിലുള്ള കാർ കിട്ടാനും തന്നെയാണ്. അപ്പൊ ഞാൻ 10 രൂപ മുടക്കി എനിക്ക് ആവശ്യമില്ലാത്ത മുതലിന് വേണ്ടി. ഇനി എനിക്ക് ആ 10 രൂപേന്റെ കാറ് കിട്ടുമോ കിട്ടൂലേ അതെനിക്കറിയില്ല. ഇങ്ങനെ കുറെ ആളുകൾ എന്താക്കുന്നുണ്ട്, 1 രൂപയായിട്ടും അഥവാ 499 രൂപ അപ്പോഴാണ് പറഞ്ഞത്, 1 രൂപയ്ക്ക് കൂടി സാധനം എടുത്ത് കഴിഞ്ഞാൽ കൂപ്പൺ കിട്ടും. അപ്പൊ അവൻ എന്താക്കി 1 രൂപേന്റെ മിഠായി എടുത്ത്, മറ്റോ 10 രൂപേന്റെ അടുത്ത്, മറ്റോ 25 രൂപേന്റെ അടുത്ത്, വേറെ 5 രൂപേന്റെ അടുത്ത്, ഇവരൊക്കെ എടുത്ത ഈ 5ഉം 2ഉം 1ഉം 3 ഒക്കെ എന്തായിരുന്നു? ഈ കൂപ്പൺ കിട്ടുവാൻ വേണ്ടിയുള്ള പൈസയായിരുന്നു. അപ്പോൾ അത് കിമാറായി. അല്ല, ഒരു കടക്കാരൻ പറഞ്ഞു എന്റെ കടയിൽ എന്ത് വന്നെടുത്താലും കൂപ്പൺ തരുന്നതാണ്, പ്രശ്നമില്ല. അത് ആ സമയത്ത് തന്നെ അവന്റെ ലക്ഷ്യം എന്താകരുത്, തന്റെ ഒപ്പമുള്ള ആളുകളുടെ കച്ചവടമൊക്കെ പൂട്ടിച്ചിട്ട് ഞാൻ മാത്രം ഇവിടെ കച്ചവടക്കാരനായിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്, പറ്റൂല. അപ്പൊ ഈ രൂപത്തിൽ ഇപ്പൊ കച്ചവടത്തിൽ വരുന്ന വിഷയങ്ങളൊക്കെ ഹലാലുകളും ഹറാമുകളും പലതും വരുന്നത് നമ്മുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽപ്പെട്ട ഒന്നും കൂടി പറയാം. ഇപ്പൊ പഴയ കാലത്തൊക്കെ പള്ളികളിലും മറ്റൊക്കെ നടന്നിട്ടുണ്ട് ഈ ലേലം വിളിക്കുന്ന രീതികൾ. പള്ളി മറ്റൊക്കെ കൊണ്ടെടുക്കാൻ ലേലം വിളി ഇസ്ലാം അനുവദിച്ച രീതിയാണ്, പ്രശ്നമൊന്നുമില്ല. എന്നാൽ ആ ലേലം വിളിയിൽ നിയ്യത്ത് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ നിയ്യത്ത് മാറിക്കഴിഞ്ഞാൽ ലേലം വിളിയുടെ പേര് മാറും. നജിസി എന്ന പേരിലേക്കാണ് അത് അറബിയിൽ പിന്നെ മാറുക. എന്താ നജിസിന്റെ പ്രത്യേകത? ഞാൻ ഈ മൊബൈലിലൂടെ വെച്ചിട്ട് പറയണത്, ഇതിപ്പോ വാങ്ങുന്ന ആൾക്കാർക്ക് 50 എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ആൾ പറഞ്ഞു 60, വേറെ ആൾ പറഞ്ഞു 70, വേറെ ആൾ 100, 1000, 10000 അങ്ങനെ പൊന്തും. അങ്ങനെ വിളിച്ച് ഏറ്റവും കൂടുതൽ പൈസ ആരാണോ ഇതിന് പറയുന്നത് അയാൾക്കാണ് ഇത് കിട്ടുക. ഇതാണ് സാധാരണഗതിയിൽ ലേലത്തിൽ ഉണ്ടാകുക. അപ്പോ നജിസിൽ എന്താണ് ഇതിന്റെ വ്യത്യാസം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നജിസാണുള്ളത് എങ്കിൽ ഞാനിതിങ്ങനെ ഏറ്റി പറയും. ആര് വിളിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാളാണ് ഈ ഞാൻ എന്ന് പറയുന്ന ആള്. ഇവിടെ സാധനം ഉണ്ടാവും. അപ്പോ സലാദി സലാഹി എന്താ പറഞ്ഞേ, അതിന് 10000 രൂപ മൂപ്പര് വില പറഞ്ഞാൽ ഞാൻ പറയും 10001 പറയും. മൂപ്പര് 20000 പറഞ്ഞാൽ ഞാൻ പറയും 20001 എന്ന് പറയും. മൂപ്പര് എത്ര പറഞ്ഞാലും അതിനെക്കാട്ടി 1 രൂപ ഏറെ ഞാൻ പറയും. എനിക്കത് കിട്ടുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം, മൂപ്പർക്ക് അത് കിട്ടാതൊക്കെ എന്നുള്ളതാണ്. എങ്ങനെ? എനിക്കത് കിട്ടുക എന്നതല്ല എന്റെ ഉദ്ദേശം. ആ 1 രൂപ ഞാൻ ഏറെ ഇറക്കുന്നതിന്റെ ഉദ്ദേശം മൂപ്പർക്ക് അത് കിട്ടാതിരിക്കുക എന്നതാണെങ്കിൽ അത് നജിസ് അഥവാ അള്ളാഹു നിഷിദ്ധമാക്കിയ, മതം നിഷിദ്ധമാക്കിയ ഏർപ്പാടിൽ പെട്ടു. അതേ സമയത്ത് എനിക്കത് അത്യാവശ്യമുണ്ട്, അത് എങ്ങനെയായാലും മൂപ്പർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്താവൂല, എനിക്ക് എന്റെ കാര്യം നടക്കൂല, അതുകൊണ്ട് ഞാൻ 1 രൂപ ഏറ്റി പറയണേ എനിക്കത് ഹലാലുമാണ്. നമ്മൾ ആലോചിക്കണം. ചെറിയ ചിന്തകളിൽ പോലും എന്തുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. മറ്റൊരാളെ ഇല്ലാതെയാക്കുക, മറ്റൊരാൾക്ക് കിട്ടുന്ന സേവനം നശിപ്പിക്കുക, മറ്റൊരാൾക്ക് ലഭിക്കുന്ന ഉപകാരം ഇല്ലാതെയാക്കുക എന്ന ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത്, സമ്പാദിക്കുന്നത് അത് പരിശുദ്ധമല്ലാതെയായി തീരും, വിശുദ്ധമല്ലാതെയായി തീരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ യാ റബ്ബി പറഞ്ഞിട്ട് കാര്യമില്ല. ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഫുഖഹാക്കൾ ചർച്ച ചെയ്യേണ്ടത് കാണാം. അപ്പൊ ഈ വെള്ളിയാഴ്ച രാവിലെ നേരത്തെ പള്ളിയിൽ നിന്നാണ് ചില ആൾക്കാർ മുസല്ലിട്ട് പോകുമല്ലോ. അങ്ങനെ ആ മുസല്ലിട്ട് പോകാൻ പാടുണ്ടോ പാടില്ല എന്നുള്ള ചർച്ച അത് വേറെ. ഇനി അങ്ങനെ മുസല്ലിട്ട് പോയാൽ ആ മുസല്ലയിൽ നിന്നിട്ട് വേറെ ആൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് ആ മുസല്ല അവിടെ നിന്ന് എടുത്തിട്ട് കാണാൻ നിസ്കരിക്കണം എന്നാ പറഞ്ഞു.
മറ്റൊന്നുമല്ല, തൻ്റെതല്ലാത്ത ഒരു സാധനത്തിൽ നിന്നിട്ടാണ് എന്താക്കേണ്ടത്? ഇബാദത്ത് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഇബാദത്ത് ചെയ്യാൻ എന്തായിട്ടില്ല, അവസരം തന്നിട്ടുമില്ല, സമ്മതം തന്നിട്ടുമില്ല എന്നിരിക്കുക. ഇത് നിസ്കരിച്ച നിസ്കാരം ശരിയാവില്ല എന്നവരെ ചർച്ച ചെയ്ത ആൾക്കാരുണ്ട്. അവിടെയാണ് ഈ പള്ളികള് വഖഫ് ചെയ്യപ്പെട്ടതാകണമെന്ന് പറയാനുള്ള കാരണം. വഖഫ് ചെയ്യപ്പെട്ടതാകണമെന്ന് പറയാനുള്ള കാരണം അത് കാരണം മുസ്ലിങ്ങളുടെ ഒരു പൊതുസ്വത്തായി മാറണം, എല്ലാവർക്കും അതിൽ അവകാശം ഉണ്ടാകണം. എന്നാൽ ആർക്കും സമ്മതം ചോദിക്കാതെ, ആരുടെയും സമ്മതം ഇല്ലാതെ എപ്പോഴും വന്നിട്ട് എന്താ പറ്റുള്ളൂ? നിസ്കരിക്കാൻ പറ്റുള്ളൂ. മറ്റേത് എന്റെ ഒരു സ്വകാര്യ സ്വത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വാതിലോർക്കുമ്പോഴേ അവിടെ എന്താക്കാൻ പറ്റുള്ളൂ, ആർക്കെങ്കിലും കയറാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നാൽ നിസ്കരിച്ചാൽ അവന് എന്നോട് സമ്മതം ചോദിക്കേണ്ടതുണ്ടോ ഇല്ല എന്നുള്ളൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. അവിടെയാണ് എന്ത് പറഞ്ഞത്? ഇങ്ങനത്തെ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. എത്ര കണ്ട് ഇസ്ലാം ഈ വിഷയത്തിലൊക്കെ സൂക്ഷ്മത പുലർത്തി എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചു.